ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള ചെമ്പത്തി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ ഞാൻ GHS ബെല്ലൈസിൽ വരുന്നു. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇവിടെ എക്കോ ക്ലബിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ശ്രീധരൻ മാഷിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. അപ്പം സ്വഭാവത്തെക്കുറിച്ചാണ് എനിക്ക് നല്ലോണം മനസ്സിലായത്. നല്ല സ്വഭാവം തിരിച്ചറിയാനും മോശ സ്വഭാവം കളയാനുമാണ് സ്വഭാവ രൂപീകരണം. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ പേര് ശ്രീകാർത്തിക. ഞാൻ GHS ബെല്ലൈസിൽ നിന്നാണ് വരുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനാണ്. എക്കോ ക്ലബിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ആന്ധ്രാശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് വളരെ മനോഹരമായിട്ട് മാഷ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പരിസ്ഥിതിയെ കുറിച്ചൊക്കെ വളരെ മനോഹരമായി എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയും വരാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. എൻ്റെ പേര് സജിന. ഞാൻ GHS ബെല്ലൈസിലെ അധ്യാപികയാണ്. ഇവിടെ ഇന്നത്തെ ഒരു ദിവസം വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ശ്രീധരൻ സാറിൻ്റെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ്സാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ കുട്ടികൾക്കും ഈ ക്ലാസ് കിട്ടേണ്ടതാണ്. പിന്നെ അദ്ദേഹം പ്രകൃതിയെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം ഒരു കുഞ്ഞു മനസ്സിൽ എങ്ങനെ നല്ല ഒരു പ്രകൃതി ഒരുക്കാം എന്നുള്ള കാര്യങ്ങളിലൂടെയാണ് തുടക്കമിട്ടത്. അതുപോലെ ലഹരി ഒഴിവാക്കാനും നല്ല മനസ്സും നല്ല ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ തലമുറയ്ക്ക് ഇപ്പം ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്തത്. ഇതെല്ലാ കുട്ടികളിലേക്കും എത്തണമെന്നാണ് ആഗ്രഹം. ഇനി ഇതുപോലെ യാത്രകൾ ഞങ്ങൾ സ്കൂളിൽ നിന്നും ഞങ്ങൾ ഒരുക്കും. പിന്നെ ഇവിടുത്തെ ഇത്ര വലിയൊരു 16 ഏക്കർ പ്രകൃതി ഇതുപോലെ സംരക്ഷിക്കപ്പെടുന്നത് ഈ ഭൂമിക്ക് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഇതിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അന്തേവാസികൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ധ്രുപത് പ്രസാദ്. ഞാൻ GHS ബെല്ലൈസിൽ നിന്ന് വരുന്നത്. ഈ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ ശ്രീധരൻ മാഷ് വളരെ മനോഹരമായ രീതിയിൽ ക്ലാസ് എടുത്തു തന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് തറച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ വലിച്ചെറിയത്തോണ്ടാണ്. പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ നമ്മളെ പ്രകൃതിയെ നശിപ്പിക്കുന്നു. പിന്നെ അത് കാരണം നമുക്ക് പല പല രോഗങ്ങൾ ഉണ്ടാകുന്നു. അത് ഉപയോഗിക്കുന്നത് നമ്മൾ കുറയ്ക്കുക. തുണിസഞ്ചികൾ ഉപയോഗിക്കുക. പേപ്പർ കവർ ഉപയോഗിക്കുക. താങ്ക് യു. എൻ്റെ പേര് ബ്ലസ് എന്നാണ്. ഞാൻ GHS ബെല്ലൈസ് പഠിക്കുന്നു. 6ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഇക്കോ ക്ലബിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനന്ദാശ്രമം സന്ദർശിക്കാനിടയായത്. അപ്പം ഇവിടെ പഠിപ്പിച്ചിരുന്ന സാറ് ഈ പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും വളരെ നന്നായി അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല നമ്മുടെ പുറത്തുള്ള പ്രകൃതി ഭംഗിയാവണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രകൃതിയും കൂടെ നന്നാവണം. ഇതാണ് എനിക്ക് ഈ ക്ലാസ്സിൽ കൂടെ മനസ്സിലായത്. ഈ ക്ലാസ്സിൽ എനിക്ക് മാത്രമല്ല ഇതിന് തോന്നിയതെന്ന് തോന്നുന്നു ബാക്കി എല്ലാവർക്കും. എൻ്റെ പേര് ഗൗതം. ഇത് ശ്രീധരൻ മാഷ് എടുത്തതിൽ എനിക്ക് മനസ്സിലായത് ലഹരി നമ്മുടെ ജീവിതത്തിന് എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. 100ൽ 20% പേര് ആൽക്കഹോളിസ്റ്റ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അവർക്ക് ലഹരി ഒരിക്കൽ കഴിച്ചാൽ അതിന് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ ചില റെയറായിട്ടുള്ള ആൾക്കാർക്ക് അതിന് മദ്യപാനെല്ലാം കുറച്ച് നിയന്ത്രിക്കാനാവും. ഞാൻ ഷാനി അഭിലാഷ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. GHS ബെല്ലൈസ് സ്കൂളിൽ നിന്നാണ് വരുന്നത്. എക്കോ ക്ലബിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ആനന്ദാശ്രമത്തിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ക്ലാസ് എടുത്ത് ശ്രീധരൻ മാഷ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് സ്ട്രൈക്കായ ഒരു കാര്യം എന്ന് വെച്ചാൽ 24 ഹവേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മൾ 8 മണിക്കൂർ തീർച്ചയായും വായിക്കണമെന്നാണ് പറയുന്നത്. പിന്നീട് 5 മണിക്കൂർ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷം ബാക്കിയുള്ള 3 മണിക്കൂർ വായിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള നമ്മളുടെ ഹോംവർക്ക് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ മാഷ് സമയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി നമുക്ക് കുറേ ക്ലാസ് എടുത്തു. ഇതെല്ലാം എനിക്ക് മനസ്സിലായത്. എൻ്റെ പേര് ആമേയ. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ എക്കോ ക്ലബിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ശ്രീധരൻ മാഷ് എടുത്ത ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ കാര്യം നമ്മൾ ഒരു ലക്ഷ്യത്തിൽ കുറേ പ്രയത്നങ്ങൾ ചെയ്താലേ ആ ലക്ഷ്യം നേടാൻ സാധിക്കും. അതിന് പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യണം. ഒരുപാട് അതിനുവേണ്ടി ശ്രമിക്കണം. ഞങ്ങൾ ഇന്ന് ബെല്ല സ്കൂളിൽ നിന്ന് അനന്താശ്രമം സന്ദർശിക്കാൻ വന്നതാണ്.
ഞങ്ങൾ ഇക്കോ ക്ലബിന്റെ ഭാഗമായിട്ട് ഇക്കോ ക്ലബിലെ 5 മുതൽ 9 വരെ പഠിക്കുന്ന കുട്ടികളുടെ കൊണ്ടാണ് ഇന്ന് വന്നത്. അപ്പം അവർക്ക് പരിസര സൗഹൃദമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുമാത്രമല്ല നമ്മുടെ ശ്രീധരൻ മാഷ ക്ലാസ് അത് വളരെ എഫക്റ്റാണ് കുട്ടികൾക്ക് വേണ്ട പിന്നെ അവരുടെ ലക്ഷ്യങ്ങൾ, അതുപോലെ പരിസരത്തിൽ അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാഷിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് തന്നെയാലും ഇങ്ങനെയുള്ളൊരു ക്ലാസ് ഈ ഇക്കോ ക്ലബിലെ കുട്ടികൾക്ക് മാത്രമല്ല സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപ്രകാരം സ്കൂളിൽ പോയി ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യുന്നതായിരിക്കും. GHS ബെല്ലൈസിലെ കുട്ടികളുടെ കൂടെ വന്നതാണ്. ഞാൻ 3 വർഷമായി ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ കാണാൻ വിചാരിച്ച സ്ഥലമാണ്. ഒരുപാട് മനസ്സിനെല്ലാം റിലാക്സ് ആവുന്ന സ്ഥലം. കുട്ടികൾക്ക് നല്ല ക്ലാസ്സായിരുന്നു ശ്രീധരൻ സാറിനത്. കുട്ടികളെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും പ്രകൃതിയെ പിന്നീട് നല്ല രീതിയിൽ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണമെന്നും കുട്ടികളെല്ലാം നല്ല സാഗൂതം ശ്രദ്ധിക്കുകയും ചെയ്തു. നന്നായിട്ട് കുട്ടികൾക്ക് നല്ലൊരു ക്ലാസ് കൊടുത്തു. പിന്നെ ഇവിടെ ഇത്രയും മനോഹരമായിട്ട് ഇത് സൂക്ഷിക്കുന്നത്, വൃത്തിയിലും വെടിപ്പിലും സൂക്ഷിക്കുന്നത് ഇവിടുത്തെ സ്വാമി രാംദാസ് ജീനെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം.